ദിസ് ഈസ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ സ്ഥലങ്ങൾ പാർട്ട് 5. ഈ കാണുന്ന കാട് ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. പക്ഷെ അതിനേക്കാൾ ഷോക്കിംഗ് ആയ കാര്യം എന്താണെന്നറിയാമോ? 2020 പനാമ ഗവൺമെന്റിന്റെ റെക്കോർഡ്സ് പ്രകാരം ഏകദേശം 5 ലക്ഷം ആൾക്കാരാണ് ഈ കാട് കടക്കാൻ ശ്രമിച്ചത്. ശ്രദ്ധിക്കേണ്ടത് ഇത് ടൂറിസം അല്ല, മറിച്ച് സർവൈവൽ ആണ്. വെൽക്കം ടു ഡാരിയൻ ഗ്യാപ്പ്. ജമ്മു കശ്മീരിലെ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നാഷണൽ ഹൈവേ ഓടുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ നമ്പർ അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യണേ. പക്ഷേ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള റോഡ് സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് നോർത്ത് അമേരിക്കയിലെ അലാസ്കയിൽ നിന്നും സെൻട്രൽ അമേരിക്ക കടന്ന് സൗത്ത് അമേരിക്കയിലെ അർജന്റീന വരെ പോകുന്ന ഏകദേശം 30,000 കിലോമീറ്റർ നീളമുള്ള ദ പാൻ അമേരിക്കൻ ഹൈവേ ആണ്. പക്ഷേ ഈ റോഡ് കണ്ടിന്യൂസ് അല്ലാട്ടോ. ഇതിൽ കൊളംബിയയുടെയും പനാമയുടെയും ഇടയിലുള്ള ഒരു 106 കിലോമീറ്റർ ഏരിയ. ഇവിടെ മാത്രം റോഡില്ല, മറിച്ച് കൊടും കാടാണ്. ഈ കാടിനെ തന്നെയാണ് ഡാരിയൻ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം റോഡില്ലാത്തത്? ഇവിടത്തെ കനത്ത മഴയും ചതിപ്പുകളും വളരെയധികം ആഴമേറിയ പുഴകളും പിന്നെ കൂറ്റൻ മലകളും ഒക്കെ കാരണം ഇവിടത്തെ ലാൻഡ് വളരെ അൺസ്റ്റേബിൾ ആണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു റോഡ് പണിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പണിത റോഡിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതിലും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഹിയർ ഈസ്, എന്തിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാട് കടക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾ നോർത്ത് അമേരിക്കയിലെ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ ഇല്ലീഗലി ഇമിഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റൂട്ടാണ്. ഈ കൊടുങ്കാട്ടിലൂടെ 7 മുതൽ 10 ദിവസത്തെ യാത്രയാണ്. കനത്ത മഴ, ചളി നിറഞ്ഞ ചതിപ്പുകൾ, പിന്നെ ജാഗ്വാറുകളും വിഷപ്പാമ്പുകളും മറ്റ് ഇൻസെക്റ്റുകളും, പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ മനുഷ്യർ, അതായത് ഡ്രഗ് കാർട്ടൽസിന്റെ മാഫിയ ഗ്യാങ്ങുകളുടെയും ഇടയിലൂടെ 10 ദിവസങ്ങൾ. പലർക്കും ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയാറില്ല. ഇനി ഈ യാത്ര പൂർത്തിയാക്കിയ പലരെയും പല രാജ്യങ്ങളുടെയും ബോർഡർ പെട്രോൾ പോലീസ് പിടിക്കുകയും അവരുടേതായ രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ കൺക്ലൂഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ശ്രീനഗറിൽ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേയുടെ നമ്പർ ഏതാണ്? അത് അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക, അറിയാത്തവർ പോയി കണ്ടുപിടിച്ച് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഗലീലോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.